സോണോബോയ് ഇപ്പോൾ അടുത്തിടെ റഷ്യയുടെ സബ്മറൈൻ സിഗ്നേച്ചേഴ്സിനെ അമേരിക്ക ക്യാപ്ചർ ചെയ്തു എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നു. സോണോബോയ് എന്നത് ആന്റി സബ്മറൈൻ വാർഫെയറിൽ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് സബ്മറൈനെ ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡിൽ വളരെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് സിസ്റ്റമാണ്. അങ്ങനെയുള്ള അമേരിക്കയുടെ പിയറ്റ് പൊസൈഡൻ ആന്റി സബ്മറൈൻ വാർഫെയർ എയർക്രാഫ്റ്റിൽ നിന്നും റിലീസ് ചെയ്ത അമേരിക്കൻ മെയ്ഡ് സോണോബോയ് ഇപ്പോൾ ചൈനയുടെ കൈകളിൽ അകപ്പെട്ടു. അടുത്തിടെ ഫിലിപ്പീൻസിനും ചൈനയ്ക്കും ഏത് സ്ഥലത്താണോ പ്രശ്നം നടന്നത് ആ സ്ഥലത്ത് തന്നെ മോണിറ്റർ ചെയ്യാനായി അമേരിക്ക ചൈനയുടെ സബ്മറൈൻസിനെ കണ്ടുപിടിക്കാൻ ലോഞ്ച് ചെയ്ത സോണോബോയ് ഇപ്പോൾ ചൈനയുടെ കൈകളിൽ അകപ്പെട്ടു. ഇതുപയോഗിച്ച് ചൈന തീർച്ചയായും അതുപോലുള്ള ഒന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യും. ഇത് വളരെ പ്രയാസമാണെന്ന് പലരും ചിന്തിക്കാം. അമേരിക്കയുടെ പ്രധാനപ്പെട്ട സിസ്റ്റം, അതും ആന്റി സബ്മറൈൻ സിസ്റ്റത്തെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താൽ അമേരിക്കയ്ക്ക് അത് മാത്രമാണ് പ്രശ്നം എന്ന് കരുതാം. എന്നാൽ അതിനപ്പുറം ഒരുപാട് പ്രശ്നം ഇതിലുണ്ട്. ഈ സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു, ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ചൈന കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തെ കുഴപ്പിക്കാൻ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ ജാം ചെയ്യാൻ ആവശ്യമായ എക്യുപ്മെന്റ്സ് ചൈനയെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് അടുത്ത പ്രശ്നം എന്നത് ചൈനയുടെ ഈ ഒരു ക്യാപ്ചർ വഴി നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി കാണാൻ പോകുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് സോണോബോയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നാലും ചിലർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ചുരുക്കി ഞാനൊന്ന് പറയാം. ഈ വീഡിയോ കാണുന്നതിനും അത് എളുപ്പമായിരിക്കും, അടുത്തതായി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. സോണോബോയ് എന്നത് എയർക്രാഫ്റ്റ് ലോഞ്ച് ആന്റി സബ്മറൈൻ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയാം. ഇത് എങ്ങനെ വർക്കാകുന്നു എന്ന് ചോദിച്ചാൽ P-8 പൊസൈഡൻ എയർക്രാഫ്റ്റിനെ കുറിച്ച് നമുക്കറിയാം. ആന്റി സബ്മറൈൻ വാർഫെയറിൽ വളരെ പ്രധാനപ്പെട്ട അമേരിക്കൻ മെയ്ഡ് എയർക്രാഫ്റ്റ് ആണിത്. ഈ ഒരു വിമാനം ഒരു പ്രത്യേക ആൾട്ടിറ്റ്യൂഡിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരുപാട് സെറ്റ് ഓഫ് സോണോബോയ് വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് ഓരോന്നായി ലോഞ്ച് ചെയ്യും. ഇങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഹൈറ്റിന് താഴെ വരുമ്പോൾ അതിന്റെ പാരച്യൂട്ട് ഓപ്പൺ ആകും. അത് വളരെ സേഫായി കടലിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പൺ ആകുന്നത്. ഇത് കടലിലേക്ക് ഇറങ്ങിയ ഉടനെ അതിന്റെ ജോലി ചെയ്യാൻ തുടങ്ങും. ഇത് ഒറ്റയ്ക്ക് വർക്കാകില്ല. 10-15 സോണോബോയ് ഇതുപോലെ കടലിൽ ഇടുന്നു എന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഭാഗത്തിനുള്ളിൽ ഒരു നെറ്റ്വർക്കായി ഫോം ആകും. ഒരു സോണോബോയ് മറ്റൊരു സോണോബോയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു നെറ്റ്വർക്ക് പോലെ ഇതെല്ലാം പ്രവർത്തിക്കും. ഇതിൽ 2 രീതിയിലുള്ള സോണോബോയ് ഉണ്ട്. ഒന്ന് ആക്റ്റീവും മറ്റൊന്ന് പാസീവും. പാസീവിനെ സംബന്ധിച്ച് അതുവഴി എക്സ്റ്റേണലായി വരുന്ന സൗണ്ട്സ്, ഒരു സബ്മറൈൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വരുന്ന ആ സബ്മറൈനിൽ നിന്നും അതിന്റെ വർക്കിംഗ് കാരണം ഉണ്ടാകുന്ന എഞ്ചിൻ സൗണ്ട് ഉണ്ടാകും. കൂടാതെ അതിന്റെ വാട്ടർ മൂവ്മെന്റ്സ് കാരണം ഉണ്ടാകുന്ന ശബ്ദം. ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്പെഷ്യലായി രൂപീകരിച്ചതാണ് ഈ പാസീവ് സോണോബോയ്. അതല്ലാതെ ഇതുവഴി സിഗ്നൽ എമിറ്റ് ചെയ്ത് അതുവഴി ഉണ്ടാകുന്ന ഡിറ്റക്ഷൻ സിഗ്നൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കില്ല. എക്സ്റ്റേണലായി എന്ത് സിഗ്നലാണോ വരുന്നത്, ഏത് സൗണ്ട് വേവ് ആണോ വരുന്നത്, അത് പ്രോസസ്സ് ചെയ്ത് ആ പ്രോസസ്സ് ചെയ്തതിനെ ഒരു ഡിജിറ്റൽ ഇമേജായി എയർക്രാഫ്റ്റിലേക്ക് സെൻഡ് ചെയ്യും. ഇതാണ് പാസീവ് സോണോബോയുടെ ഒരു ഷോർട്ട് വർക്കിംഗ് മോഡൽ. ആക്റ്റീവ് സോണോബോയ് ഈ സ്ഥലത്ത് അങ്ങനെ വിപരീതമായി വർക്കാകും. ഇത് സ്വയമേ ഒരു സോണാർ ഡിവൈസ് പോലെ ഇതിൽ നിന്നും ഒരു ചെറിയ വേവിനെ കടലിനുള്ളിലേക്ക് അയച്ച് അത് ഒരുപാട് ദൂരം കടലിൽ യാത്ര ചെയ്ത് ഒരു സബ്മറൈനിൽ തട്ടി അത് തിരികെ റിഫ്ലക്റ്റ് ആയി ഇതിലേക്ക് വരും. ആ സിഗ്നൽ പോയ വേഗം, അത് തിരികെ വരാനെടുത്ത സമയം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മറ്റ് സോണോബോയ് ഡിവൈസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഡിജിറ്റൽ സ്ട്രക്ചറായി മാറ്റി അതിനുശേഷം ആ ഒരു സിഗ്നലിനെ മുകളിലുള്ള എയർക്രാഫ്റ്റിലേക്ക് അയച്ചു കൊടുക്കും. ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഈ സബ്മറൈൻ ഏത് സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ മറ്റ് ഏത് വസ്തുവാണ് കടലിനുള്ളിൽ ഉള്ളത്, ഇങ്ങനെ P-8 പൊസൈഡൻ എയർക്രാഫ്റ്റ് പ്രോസസ്സ് ചെയ്ത് ഡിജിറ്റൽ ഇമേജായി പുറത്ത് ഔട്ട്പുട്ടായി നൽകും. ഇതുവഴി ഈ സബ്മറൈനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് 2 തരം സോണോബോയ്. ഈ 2 മെത്തേഡിലാണ് ഇപ്പോൾ വരെയും കൂടുതലായും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാകും, അതെങ്ങനെ ജോലി ചെയ്യുന്നു എന്ന്. ഇനി ഈ സംഭവം എപ്പോൾ നടന്നു എന്ന് ചോദിച്ചാൽ അവസാനം ഫിലിപ്പീൻസിനും ചൈനയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം വന്നിരുന്നു. ആ സമയം ഫിലിപ്പീൻസ് പറഞ്ഞത്, ഇന്ത്യ ചെയ്തതുപോലെ ചൈനയുടെ സൈനികരെ ഞങ്ങൾ ആക്രമിച്ചില്ല, അവർ ഞങ്ങളുടെ ബോട്ട് ഡാമേജ് ചെയ്തത് മാത്രമല്ല ഞങ്ങളുടെ സൈനികരുടെ സെൽഫോൺസ്, M4 ഗൺസ് എല്ലാം മോഷ്ടിച്ചു എന്ന് ഒരു വലിയ കാര്യമായി വീഡിയോ എവിഡൻസോടുകൂടി ഫിലിപ്പീൻസ് പറഞ്ഞു. ആ ഒരു സംഭവം നടന്ന അടുത്ത 2ാമത്തെ ദിവസമാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്. ചൈന ഒഫീഷ്യലായി ഇത് കൺഫേം ചെയ്തു. P-8 പൊസൈഡൻ എയർക്രാഫ്റ്റിൽ നിന്നും സോണോബോയ് ലോഞ്ച് ചെയ്യുന്നത് 40 സെക്കൻഡ് വീഡിയോ ആയി അത് പുറത്തുവിട്ടു. പ്രശ്നമുള്ള ഒരു ഭാഗമാണത്. അവിടെ അമേരിക്ക ഞങ്ങളുടെ സബ്മറൈൻസിനെ നിരീക്ഷിക്കാനായി, ഞങ്ങളുടെ സബ്മറൈൻ മൂവ്മെന്റ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നുവെന്ന് ആദ്യം ഒരു 40 സെക്കൻഡ് വീഡിയോ ആയി അതിനെ പുറത്തുവിട്ടു. ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എയർക്രാഫ്റ്റിൽ നിന്നും സോണോബോയ് ലോഞ്ച് ആകുന്നത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അടുത്തു വന്ന വീഡിയോ ആയിരുന്നു വളരെ പ്രധാനപ്പെട്ടത്. ഈ സോണോബോയ് ചൈന ക്യാപ്ചർ ചെയ്തു.
ക്യാപ്ചർ ചെയ്തത് മാത്രമല്ല, അത് അമേരിക്കയുടേതാണെന്ന് കൺഫേം ചെയ്യുന്ന രീതിയിൽ അതിനെ നിർമ്മിച്ച സോണോബോയ് അമേരിക്കയ്ക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത അൾട്രാ ഇലക്ട്രോണിക്സിന്റെ ലോഗോയും അതിലുണ്ടായിരുന്നത് അവർ കാണിച്ചു. ഈ അൾട്രാ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് UK ബേസ്ഡ് കമ്പനിയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ഈ ഡിജിറ്റലൈസ്ഡ് സോണാർ എക്യുപ്മെന്റ്സ് എല്ലാം, റേഡാർ എക്യുപ്മെന്റ്സ് എല്ലാം നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസീവ് കമ്പനിയാണ്. ഇപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്തതുകൊണ്ട് ചൈനയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കാര്യം, ഇതുപോലൊരു റെപ്ലിക്ക അമേരിക്കൻ ടെക്നോളജി എങ്ങനെ വർക്കാകുന്നു, അതിന്റെ ഡിറ്റക്ഷൻ മെത്തേഡ് എങ്ങനെയുണ്ട്, ഏത് രീതിയിലാണ് ഈ സബ്മറൈൻ നമ്മുടെ സബ്മറൈൻസിന്റെ വർക്കിംഗ് കണ്ടുപിടിക്കുന്നത്, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ച് അതുപോലെ ആന്റി സബ്മറൈൻ വാർഫെയറിൽ ചൈനയുടെ എക്യുപ്മെന്റ്സിനെ കൂടുതൽ ശക്തിയോടുകൂടി ചൈനയ്ക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെ നമ്മുടെ സബ്മറൈൻസിനെ കണ്ടുപിടിക്കുന്നു, നമ്മുടെ നോയ്സ് റിഡക്ഷനെ അപ്പോൾ നമ്മൾ എങ്ങനെയാക്കി മാറ്റാം, മാത്രമല്ല ഇത് സ്റ്റെൽത്ത് സബ്മറൈൻ ആണെങ്കിൽ നമ്മുടെ സ്റ്റെൽത്ത് ഫീച്ചേഴ്സിനെ എങ്ങനെയെല്ലാം കൂട്ടാം, ആ വേവ് തിരികെ പ്രതിഫലിക്കാതെ അതിനെ എങ്ങനെ അബ്സോർബ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെ രണ്ടാമത്തെ കാര്യമായി അതിനെ ഗവേഷണം ചെയ്യും. ഇത് രണ്ടും വലിയ കാര്യമല്ല എന്ന് തന്നെ നമുക്ക് വയ്ക്കാം. ഇത് സാധാരണ ഇംപ്രൂവ്മെന്റിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൈനയ്ക്ക് ആവശ്യമായ ഒരു കാര്യം. ഇപ്പോൾ ഒരു നെറ്റ്വർക്കായി ഇത് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഒരു 10 സോണോബോയ് താഴെ ലോഞ്ച് ചെയ്യുന്നു. അത് ഓരോ സ്ഥലത്ത് നിൽക്കും, പരസ്പരം ഓരോന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവ ഐഡന്റിഫൈ ചെയ്താലും ഇല്ലെങ്കിലും, സബ്മറൈൻ അതിൽ അകപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു പക്ഷേ സോണോബോയ് താഴെയുള്ള സബ്മറൈനെ കണ്ടുപിടിച്ചാലും ആ സിഗ്നൽ PA പൊസൈഡനിലേക്ക് അയക്കണം. ഈ കണ്ടുപിടിക്കുന്നത് വരെയും നമുക്കതിനെ വിട്ടുകളയാം. അത് കണ്ടുപിടിച്ച സിഗ്നലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി അത് സെൻഡ് ചെയ്യണം, P8 എയർക്രാഫ്റ്റിലേക്ക് സെൻഡ് ചെയ്യണം. അങ്ങനെ സെൻഡ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു സബ്മറൈൻ ഉണ്ട് എന്നുള്ളത് PI പൊസൈഡൻ എയർക്രാഫ്റ്റിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിഗ്നൽ റിസീവ് ചെയ്യുന്ന റിസീവർ PI പൊസൈഡൻ ആണ്. ഈ സിഗ്നൽസിനെ സെൻഡ് ചെയ്യുന്നത് താഴെയുള്ള സോണോബോയ് ആണ്. ഇവയ്ക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടല്ലോ, ആ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്താൽ മാത്രം മതി. അത് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും അതുവഴി യാതൊരു ഉപയോഗവുമില്ല. കമ്മ്യൂണിക്കേഷൻ കട്ടായാൽ ഈ സോണോബോയ് എന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒന്നായി മാറും. അതുവഴി യാതൊരു ഗുണവും ഉണ്ടാകില്ല. അതിനുള്ള ഗവേഷണങ്ങളിലേക്ക് ചൈന ഇറങ്ങും. ഈ സിഗ്നൽ എങ്ങനെ ട്രാൻസ്മിറ്റ് ആകുന്നു, ഏത് വിധത്തിലുള്ള സിഗ്നൽ ആയിട്ടാണ് അത് ട്രാൻസ്മിറ്റ് ആകുന്നത്, അതൊരു സ്ട്രക്ചറായി ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഫോം ആകുന്ന സ്ട്രക്ചറിൽ എങ്ങനെയുള്ള വിവരങ്ങളാണ് നൽകുന്നത്, ഏത് രീതിയിലുള്ള സിഗ്നൽ ഇജക്ഷൻ ഉണ്ടാകും, ഇങ്ങനെ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മുഴുവനായും ബ്ലോക്ക് ചെയ്യാനുള്ള ഡിവൈസ് കണ്ടുപിടിക്കാനുള്ള ജോലികളിലും ചൈന ഇറങ്ങും. ഇത് അമേരിക്കയുടെ ആന്റി സബ്മറൈൻ വാർഫെയറിൽ വലിയൊരു പ്രശ്നമായി മാറും. ചൈന, റഷ്യ ഈ രണ്ട് നാടുകളെയും സർവൈലൻസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജപ്പാനിലെ ബേസ് ആയാലും കൊറിയയിലെ ബേസ് ആയാലും വിയറ്റ്നാം, ഫിലിപ്പീൻസ്, തായ്വാൻ ഇങ്ങനെ എല്ലാ നാടുകൾക്കും അമേരിക്ക സഹായം ചെയ്യുന്നത്. നമ്മുടെ കൺമുൻപിലുള്ള ശത്രുവിനെക്കാട്ടിലും നമുക്ക് പുറകിൽ നിൽക്കുന്ന ശത്രുവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതേ കാറ്റഗറിയിലാണ് സബ്മറൈൻസും വരുന്നത്. ലാൻഡ് ബേസ്ഡ് മിസൈൽസ്, ലോഞ്ചേഴ്സ് ഇവയെല്ലാം ഒരു നാടിനെ കൊണ്ട് പല രീതിയിൽ ഗസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ സ്ഥലത്ത് മൂവ്മെന്റ്സ് ഉണ്ട്, ഈ സ്ഥലത്താണ് ഇവയെല്ലാം വച്ചിരിക്കുന്നത്, ഇവിടെ തീർച്ചയായും ഒരു മിസൈൽ ലോഞ്ച് നടക്കാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാം. എന്നാൽ സബ്മറൈൻ വാർഫെയർ എന്നത് ഇവയെക്കാളും വളരെ വ്യത്യസ്തമാണ്. കടലിനടിയിൽ ആർക്കും അറിയാതെ പല മാസങ്ങൾ വരെയും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമുദ്രത്തിൽ സബ്മറൈൻ ഉണ്ടാകാം. അത് കണ്ടുപിടിക്കുന്നതും അസാധ്യമായ കാര്യമാണ്. ഈ സബ്മറൈനെ സംബന്ധിച്ച് ഉള്ളതിൽ വെച്ച് തന്നെ ഒരു ആണവ ആക്രമണം നടത്താനുള്ള വളരെ മാരകമായ രൂപമാണ്. ഇത് ഏത് സ്ഥലത്ത് എങ്ങനെ വരുമെന്നും അറിയാത്തപ്പോൾ അമേരിക്കയെ കൊണ്ട് ഇങ്ങനെയുള്ള ആന്റി സബ്മറൈൻ വാർഫെയറിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്നത് ശത്രുക്കൾക്ക് അനുകൂലമായി മാറും. ഇങ്ങനെ ഇവരുടെ ഓരോ ടെക്നോളജിയും മറ്റുള്ളവർ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിലുള്ള ഒരു ചെറിയ കാര്യം കിട്ടിയാൽ പോലും അത് വലിയൊരു കാര്യമായി മാറും. ആന്റി സബ്മറൈൻ വാർഫെയറിലെ ഒരു ചെറിയ ഇൻപുട്ടും ശത്രുനാടുകൾക്ക് കിട്ടുന്ന വലിയൊരു സമ്മാനമായി മാറും. ഇപ്പോൾ ചൈനയുടെ പക്കൽ ഇങ്ങനൊരു സിസ്റ്റം പോയിട്ടുള്ളത് നമുക്ക് പോലും ഒരു പ്രശ്നമാണ്. നമ്മളും ഇങ്ങനെയുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചൈനയുടെ സബ്മറൈൻ ഡിറ്റക്ട് ചെയ്യുന്നതിന് നമ്മളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെ ഒരു പാഠമായി എടുത്ത് നമ്മുടെ ഇന്ത്യയും ഇതുപോലുള്ള ചൈനയുടെ സബ്മറൈൻസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ജോലികൾ ചെയ്യണം. ഈ ഒരു വീഡിയോയുടെ അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്കയുടെ പ്രധാനപ്പെട്ട എക്യുപ്മെന്റ് ചൈനയുടെ കൈകളിൽ പെട്ടു എന്നുള്ളത് എത്ര പ്രശ്നമായിരിക്കും അമേരിക്കയ്ക്ക് നൽകുന്നത്? ഇത് അമേരിക്ക എന്നതിനപ്പുറം ഇന്ത്യക്ക് ഒരു പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.